വടകര MDMA കേസിൽ അറസ്റ്റിലായ അധ്യാപികമാരുടെ എണ്ണം 3ആയി. പേരാമ്പ്ര BRCയിലെ അധ്യാപികയും ആവള കുട്ടോത്ത് സ്വദേശിനിയുമായ നീഷ്മയാണ് പിടിയിലായത്. സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയെ താങ്ങി നിർത്തുന്ന ആയിരക്കണക്കിന് പാചക തൊഴിലാളികൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. കഴിഞ്ഞ ജൂൺ മാസത്തെ ശമ്പളം പോലും ഇതുവരെ വിതരണം ചെയ്തിട്ടില്ലെന്ന് തൊഴിലാളികളുടെ പരാതി. ഗുരുവായൂർ ദേവസ്വം കണക്കുകൾ പൂർണ്ണമായി നൽകാത്തതിനാൽ ഓഡിറ്റ് നടപടിക്രമങ്ങൾ ഇരുട്ടിലായെന്ന് ഹൈക്കോടതി. കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ ദേവസ്വം കാര്യമായ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ലെന്നും ദേവസ്വം ബെഞ്ച്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. വടകര MDMA കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. പേരാമ്പ്ര BRCയിലെ അധ്യാപികയും ആവള കുട്ടോത്ത് സ്വദേശിനിയുമായ നീഷ്മയാണ് പിടിയിലായത്. കേസിൽ ഇതോടെ അറസ്റ്റിലായ അധ്യാപികമാരുടെ എണ്ണം 3ആയി. വടകരയിലെ MDMA കേസിൽ പേരാമ്പ്ര ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലെ അധ്യാപികയായ നീഷ്മയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ആവള കുട്ടോത്ത് സ്വദേശിനിയാണ് നീഷ്മ. കേസിൽ ഇതുവരെ 3 അധ്യാപികമാരാണ് അറസ്റ്റിലായത്. നീഷ്മ ഉൾപ്പെടെയുള്ള 3 പേരും MDMA ഉപയോഗിക്കുന്നവരാണെന്ന് പോലീസ് പറയുന്നു. നീഷ്മയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട പണമെത്തിയതായി അന്വേഷണ സംഘം വ്യക്തമാക്കി. പ്രതികൾ വലിയ ലഹരി ശൃംഖലയുടെ ഭാഗമാണെന്നും പോലീസ് അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാൻ അന്വേഷണത്തിനിടെയാണ് അധ്യാപികമാരെ ഇടനിലക്കാരാക്കിയുള്ള ലഹരി സംഘത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. മരുത്തോങ്കര സ്വദേശിനി കീർത്തന, കൂരാച്ചുണ്ട് സ്വദേശിനി കാവ്യ എന്നിവരാണ് കേസിൽ ആദ്യം അറസ്റ്റിലായത്. പേരാമ്പ്ര BRCയിലെ അധ്യാപകരായിരുന്ന ഇരുവരെയും തുടർന്ന് സർവശിക്ഷ കേരളയുടെ നടപടിയുടെ ഭാഗമായി പിരിച്ചുവിട്ടിരുന്നു. ലഹരി ആവശ്യപ്പെടുന്നവരിൽ നിന്ന് QR കോഡ് വഴി പണം സ്വീകരിക്കുക, ആവശ്യക്കാർക്ക് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ അയച്ചു നൽകി ലഹരി സംഘത്തിലേക്ക് എത്താൻ വഴിയൊരുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അധ്യാപികമാർക്കെതിരെ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നാണ് വിവരം. പേരാമ്പ്ര ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലെ സ്പെഷ്യലിസ്റ്റ് കായികാധ്യാപികയായ KC കീർത്തനയെ ഈ മാസം 11-നാണ് അറസ്റ്റ് ചെയ്തത്. പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കരാർ ജീവനക്കാരിയായ കീർത്തനയെ സർവശിക്ഷ കേരള സംസ്ഥാന പ്രൊജക്ട് ഓഫീസർ പിരിച്ചുവിട്ടു. അറസ്റ്റിലായ BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ കാവ്യക്കെതിരെയും പുറത്താക്കൽ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. കീർത്തനയുടെ അക്കൗണ്ടിൽ നിന്നും ലഹരി സംഘാംഗങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും കാവ്യയുടെ അക്കൗണ്ടിലേക്ക് പണമെത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു. 2 ഗ്രാം MDMAയുമായി പിടിയിലായ വടകര സ്വദേശി സഫാനിൽ നിന്നാണ് ഓപ്പറേഷൻ തൂഫാൻ അന്വേഷണത്തിനിടെ നിർണായക വിവരങ്ങൾ ലഭിച്ചത്. അധ്യാപക പരിശീലനവും ശില്പശാലകളും സംഘടിപ്പിക്കുകയും വിദ്യാലയങ്ങളിലെ ഗുണനിലവാരം ഉറപ്പാക്കുകയും ചെയ്യേണ്ട ചുമതലയുള്ള അധ്യാപികമാരാണ് ലഹരി സംഘം ഇടനിലക്കാരാക്കിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. അധ്യാപികമാരുടെ അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചവരെയും MDMA കൈമാറുന്നവരെയും കണ്ടെത്തുന്നതിനായി പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. മീഡിയ ടൈം, തൃശൂർ. സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയെ താങ്ങി നിർത്തുന്ന ആയിരക്കണക്കിന് പാചക തൊഴിലാളികൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. ശമ്പളവും പ്രഖ്യാപിച്ച വേതന വർധനവും ലഭിക്കാതായതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ഇവർ. കഴിഞ്ഞ ജൂൺ മാസത്തെ ശമ്പളം പോലും ഇതുവരെ വിതരണം ചെയ്തിട്ടില്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണവും അനുബന്ധ പോഷകാഹാരങ്ങളും പാചകം ചെയ്ത് നൽകുന്ന ആയിരക്കണക്കിന് പാചക തൊഴിലാളികളാണ് ശമ്പളം ലഭിക്കാതെ പ്രതിസന്ധിയിലായത്. കഴിഞ്ഞ ജൂൺ മാസത്തെ ശമ്പളം പോലും ഇതുവരെ വിതരണം ചെയ്തിട്ടില്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി. കഴിഞ്ഞ 4 മാസത്തിനിടെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ അവധിക്കാല സമാശ്വാസധനമായി അനുവദിച്ച 4000 രൂപ മാത്രമാണ് തൊഴിലാളികളുടെ കൈകളിലെത്തിയത്. UDF സർക്കാർ അധികാരമേറ്റ ആദ്യ ദിവസങ്ങളിൽ സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച 1000 രൂപയുടെ വേതന വർധനയും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. സമാന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർക്കും അങ്കണവാടി ജീവനക്കാർക്കും പ്രീ പ്രൈമറി അധ്യാപകർക്കും പ്രഖ്യാപിച്ച വേതന വർധന അനുവദിച്ചപ്പോൾ സ്കൂൾ പാചക തൊഴിലാളികളെ മാത്രം അവഗണിച്ചെന്നാണ് ഇവരുടെ ആരോപണം. നിലവിൽ ഹാജരടിസ്ഥാനത്തിലുള്ള ദിവസവേതനമാണ് പാചക തൊഴിലാളികൾക്ക് ലഭിക്കുന്നത്. നേരത്തെയുണ്ടായിരുന്ന 650 രൂപയ്ക്കൊപ്പം കഴിഞ്ഞ ബജറ്റിൽ വകയിരുത്തിയ 25 രൂപ കൂടി ലഭിച്ചാൽ പ്രതിദിനം 675 രൂപയാണ് ലഭിക്കുക. ഇതോടെ പ്രഖ്യാപിച്ച 1000 രൂപയുടെ വേതന വർധന കൂടി അനുവദിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. വിദ്യാഭ്യാസ വകുപ്പ്, ധനവകുപ്പ്, ട്രഷറി എന്നിവ തമ്മിലുള്ള നടപടിക്രമങ്ങളിലെ സാങ്കേതിക തടസ്സങ്ങളും ഫണ്ടിന്റെ ലഭ്യതക്കുറവുമാണ് ശമ്പള വിതരണം വൈകാൻ കാരണമെന്നാണ് അറിയുന്നത്. മഴയോ മറ്റു കാരണങ്ങളാലോ അധ്യയന ദിനങ്ങൾ കുറയുമ്പോൾ ഹാജരടിസ്ഥാനത്തിൽ വേതനം ലഭിക്കുന്ന തൊഴിലാളികളുടെ വരുമാനം വീണ്ടും കുറയുകയും ചെയ്യുന്നു.
തൊഴിൽപരമായ മറ്റു നിരവധി പ്രതിസന്ധികളും ഈ മേഖലയിലെ തൊഴിലാളികൾ നേരിടുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡപ്രകാരം 500 കുട്ടികൾക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ 6 തൊഴിലാളികൾ വേണമെന്നാണ് നിർദ്ദേശം. എന്നാൽ കേരളത്തിലെ പല സ്കൂളുകളിലും ഒരൊറ്റ തൊഴിലാളി തന്നെ വലിയ തോതിലുള്ള പാചക ജോലികൾ നിർവഹിക്കേണ്ട സാഹചര്യമാണ് ഉള്ളതെന്ന് തൊഴിലാളികൾ തന്നെ പറയുന്നു. വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടാകുമ്പോൾ പോലും പാചക തൊഴിലാളികളുടെ തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്നതായും പരാതിയുണ്ട്. സംസ്ഥാനത്താകെ ഇതിനോടകം 100-ലധികം തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുകയോ തൊഴിൽ ഭീഷണി നേരിടുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് തൊഴിലാളി സംഘടനകളുടെ കണക്ക്. ഔദ്യോഗികമായി ജോലിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ പോലും ജോലിഭാരം കാരണം സഹപ്രവർത്തകരെ സഹായിക്കാൻ സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവഴിച്ച് വീണ്ടും ജോലിയിൽ തുടരേണ്ട ദുരവസ്ഥയിലാണെന്നും തൊഴിലാളികൾ പറയുന്നു. ശമ്പള കുടിശ്ശികയും പ്രഖ്യാപിച്ച വേതന വർധനയും അടിയന്തരമായി അനുവദിച്ച് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികളുടെ ആവശ്യം. മീഡിയ ടൈം, തൃശൂർ. ഗുരുവായൂർ ദേവസ്വം കണക്കുകൾ പൂർണ്ണമായി നൽകാത്തതിനാൽ ഓഡിറ്റ് നടപടിക്രമങ്ങൾ ഇരുട്ടിലായെന്ന് ഹൈക്കോടതി. കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ ദേവസ്വം കാര്യമായ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ലെന്നും ദേവസ്വം ബെഞ്ച് വിമർശിച്ചു. 2022-23 സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം പുറത്തുവിടാനും കോടതി നിർദ്ദേശിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിലെ ഡിജിറ്റൽ പണമിടപാടുകളിലെ വീഴ്ച സംബന്ധിച്ച വിഷയം പരിഗണിക്കവെയാണ് കണക്കുകൾ പൂർണ്ണമായി ഓഡിറ്റിന് നൽകാത്തതിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ദേവസ്വത്തിൻ്റെ സ്വത്തുക്കൾ ദേവൻ്റേതാണെന്നും ദേവസ്വം ഭരണസമിതി വെറും ഭരണപരമായ ട്രസ്റ്റ് മാത്രമാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു. കണക്കുകൾ ലഭ്യമാക്കാത്തതിനാൽ ഓഡിറ്റ് നടപടിക്രമങ്ങൾ ഇരുട്ടിലാകുമെന്നും ഓഡിറ്റിംഗ് സംവിധാനത്തിൽ സമഗ്രമായ പരിഷ്കരണം ആവശ്യമാണെന്നും കോടതി വ്യക്തമാക്കി. എല്ലാ മാസാവസാനവും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ വരവ് ചെലവ് കണക്കുകൾ തയ്യാറാക്കി ഭരണസമിതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കണം. എല്ലാ വർഷവും ജൂൺ 30-നകം ദേവസ്വത്തിൻ്റെ സ്വർണം ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. നിയമപ്രകാരം അനുവദനീയമായ കാര്യങ്ങൾക്ക് മാത്രമേ ദേവസ്വം ഫണ്ട് ചെലവഴിക്കാവൂ എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. 2023-24, 2024-25, 2025-26 സാമ്പത്തിക വർഷങ്ങളിലെ വാർഷിക കണക്കുകൾ ദേവസ്വം ഇതുവരെ സമർപ്പിച്ചിട്ടില്ലെന്ന് ഓഡിറ്റ് വിഭാഗം കോടതിയെ അറിയിച്ചു. 2022-23 സാമ്പത്തിക വർഷത്തെ വാർഷിക കണക്കുകൾ മാത്രമാണ് പൂർത്തിയായതെന്നും ഓഡിറ്റ് വിഭാഗം വ്യക്തമാക്കി. ഇതേ തുടർന്നാണ് 2022-23 ഓഡിറ്റ് റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം പുറത്തുവിടാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ദേവസ്വത്തിന് 65 ബാങ്ക് അക്കൗണ്ടുകളാണുള്ളത്. ഇതിൽ 37 എണ്ണം സജീവമാണ്. ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ കൈമാറാത്തത് ഓഡിറ്റ് നടപടികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും ഓഡിറ്റ് വിഭാഗം കോടതിയെ അറിയിച്ചു. സാമ്പത്തിക വർഷം അവസാനിച്ച് 15 ദിവസത്തിനകം കണക്കുകൾ കൈമാറുന്നതാണ് സാധാരണ നടപടിക്രമം. എന്നാൽ ഈ സമയപരിധി പോലും പാലിക്കുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 1 രൂപയുടെ ഇടപാടാണെങ്കിൽ പോലും അത് കണക്കിൽ ഉൾപ്പെടുത്തണമെന്നും കോടതി വ്യക്തമാക്കി. ഡിജിറ്റൽ പണമിടപാടുകളുടെ വിവരങ്ങൾ തേടിയതിനെ തുടർന്ന് തങ്ങൾക്കെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ക്രിമിനൽ കേസ് നൽകിയെന്നും എന്നാൽ പോലീസ് അന്വേഷണത്തിൽ പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കില്ലെന്ന് കണ്ടെത്തിയെന്നും ഓഡിറ്റ് വിഭാഗം കോടതിയെ അറിയിച്ചു. ഓഡിറ്റ് വിഭാഗവും ദേവസ്വം ഭരണകൂടവും തമ്മിൽ കൃത്യമായ ആശയവിനിമയവും ഏകോപനവും ഇല്ലെന്ന് കോടതി വിലയിരുത്തി. ഇത് ഓഡിറ്റിംഗ് നടപടികളെ ബാധിച്ചതായും വാർഷിക കണക്കുകൾ അന്തിമമാക്കുന്നതിലെ കാലതാമസം അംഗീകരിക്കാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. നിലവിലുള്ള ന്യൂനതകൾ പരിഹരിച്ച ദേവസ്വത്തിൻ്റെ മുഴുവൻ കണക്കുകളും ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇക്കാര്യത്തിൽ വിശദമായ മറുപടി സമർപ്പിക്കാൻ ദേവസ്വത്തിന് 10 ദിവസത്തെ സാവകാശവും ഹൈക്കോടതി അനുവദിച്ചു. മീഡിയ ടൈം, കൊച്ചി. നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ പുലി ഒടുവിൽ കൂട്ടിലായി. അതിരപ്പള്ളി പഞ്ചായത്തിലെ വെട്ടിക്കുഴി പണ്ടാരൻപാറയിൽ വനപാലകർ സ്ഥാപിച്ച കെണിക്കൂട്ടിലാണ് ചൊവ്വാഴ്ച പുലർച്ചെ പുലി കുടുങ്ങിയത്. പുലിയുടെ ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്ന പ്രദേശവാസികൾക്ക് ഇതോടെ ആശ്വാസമായി. അതിരപ്പള്ളി പഞ്ചായത്തിലെ വെട്ടിക്കുഴി പണ്ടാരൻപാറയിൽ ചക്കാലക്കൽ റോയിയുടെ വീട്ടുപറമ്പിലാണ് കൊന്നക്കുഴി വനംവകുപ്പ് അധികൃതർ പുലിയെ പിടികൂടാനായി കെണിക്കൂട് സ്ഥാപിച്ചത്. കുറച്ചു നാളുകളായി പ്രദേശത്തെ വളർത്തുമൃഗങ്ങളെ പുലി ആക്രമിക്കുന്നത് പതിവായിരുന്നു. 2 മാസം മുൻപ് റോയിയുടെ വീട്ടിലെ കോഴിക്കൂട്ടിനുള്ളിൽ കയറിയ പുലി നിരവധി കോഴികളെ പിടികൂടി. ശബ്ദം കേട്ട് വീട്ടുകാർ കോഴിക്കൂടിന് സമീപത്തേക്ക് എത്തിയതോടെ കൂട് പൊളിച്ച് പുലി രക്ഷപ്പെടുകയായിരുന്നു. തുടർച്ചയായ പുലിശല്യത്തിൽ പൊറുതിമുട്ടിയ നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്നാണ് വനംവകുപ്പ് ഇവിടെ കെണിക്കൂട് സ്ഥാപിച്ചത്. പുലിയെ ആകർഷിക്കാനായി കൂട്ടിൽ കോഴികളെയും ഇട്ടിരുന്നു. പല ദിവസങ്ങളിലും പുലി പ്രദേശത്തെത്തിയിരുന്നെങ്കിലും കെണിയിൽ കുടുങ്ങിയിരുന്നില്ല. ഒടുവിൽ ചൊവ്വാഴ്ച പുലർച്ചെയാണ് പുലി കൂട്ടിലായത്. തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി പുലിയെ
പരിയാരം വനംവകുപ്പ് ഓഫീസിലേക്ക് മാറ്റി. പുലിയുടെ ദേഹത്ത് ചെറിയ പരിക്കുള്ളതിനാൽ ഏതാനും ദിവസം നിരീക്ഷണത്തിൽ തുടരും. പരിക്ക് ഭേദമായ ശേഷം കാരിക്കടവ് മേഖലയിലെ വനത്തിലേക്ക് പുലിയെ തുറന്നുവിടുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. നാട്ടുകാരുടെ ആശങ്കയ്ക്ക് വിരാമമിട്ടെങ്കിലും പുലി വീണ്ടും പ്രദേശത്തെത്തുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നതിനിടെ വനപാലകരുടെ തുടർ നടപടികൾക്കായി കാത്തിരിക്കുകയാണ് വെട്ടിക്കുഴി നിവാസികൾ. മീഡിയ ടൈം, ചാലക്കുടി. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്റർ നിർമ്മാണം സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി VA അബ്ദുൾ ഗഫൂർ. ഫിഷറീസ് വകുപ്പിന്റെ മുടങ്ങിക്കിടക്കുന്ന വിവിധ വികസന പദ്ധതികളും സമയബന്ധിതമായി നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. അഴീക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ മികവ് 2026 വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അനുമോദന സദസ്സും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അഴീക്കോട് മേഖലയിലെ ഫിഷറീസ് വകുപ്പിന്റെ വിവിധ വികസന പദ്ധതികൾക്ക് വേഗം പകരുമെന്ന് മന്ത്രി VE അബ്ദുൾ ഗഫൂർ പറഞ്ഞു. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്റർ നിർമ്മാണം സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മത്സ്യബന്ധന മേഖലയ്ക്ക് നൽകിയ പ്രാധാന്യം വളരെ വലുതാണ്. നമ്മുടെ SC/ST പ്ലാനിന് ശേഷം നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സബ് പ്ലാൻ ബഡ്ജറ്റ് ലഭിക്കുന്നത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റാണ്, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയാണ്. അത് ഗവൺമെന്റ് മത്സ്യത്തൊഴിലാളികളുടെ സ്ഥിതി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രത്യേകിച്ച് മുടങ്ങിക്കിടക്കുന്ന മറ്റ് ഫിഷറീസ് വികസന പദ്ധതികളും സമയബന്ധിതമായി നടപ്പാക്കും. മുനക്കൽ ബീച്ചിലെ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പ്രൊഫഷണൽ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മുസ്ലിസ് ബീച്ചിന്റെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി മേഖലയിലെ വികസനത്തിനും തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അഴീക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ മികവ് 2026 വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അനുമോദന സദസ്സും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബാങ്ക് പ്രസിഡന്റ് PP ജോൺ അധ്യക്ഷത വഹിച്ചു. മുൻ MP TN പ്രതാപൻ അവാർഡ് വിതരണം നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് TM നാസർ, കാർഷിക വികസന ബാങ്ക് ഡയറക്ടർ PK ഷംസുദ്ദീൻ, മുൻ ബാങ്ക് പ്രസിഡന്റ് PA കരുണാകരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KM സാദത്ത്, KT സജീവൻ, CD വിജയൻ, അസ്മ B അബ്ദുൽ ജബ്ബാർ, ബാങ്ക് വൈസ് പ്രസിഡന്റ് ഷെമീന ഷെരീഫ്, ഡയറക്ടർമാരായ PK ചന്ദ്രബാബു, NM ഫൈസൽ, AM കമറുദ്ദീൻ, മനാഫ് അഴീക്കോട്, MA മൊയ്തീൻകുട്ടി, TS അജിത്, KM ഷെരീഫ്, PK ശ്യാംകുമാർ, പ്രമീള സജീവൻ, പുഷ്പ രാജു എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊരട്ടി മേൽപ്പാല നിർമ്മാണത്തിന് ഒച്ചിന്റെ വേഗത. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴയുന്നതിനൊപ്പം തുടർച്ചയായി അപാകതകളും ഉണ്ടാകുന്നതായി പരാതി. മേൽനോട്ടക്കുറവാണ് നിർമ്മാണത്തിലെ വീഴ്ചകൾക്ക് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കൊരട്ടി ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന മേൽപ്പാലത്തിന്റെ പ്രവർത്തനങ്ങളാണ് മന്ദഗതിയിൽ നീങ്ങുന്നത്. നിർമ്മാണത്തിന് കൃത്യമായ മേൽനോട്ടമില്ലാത്തതിനാൽ അപാകതകൾ ആവർത്തിക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. സ്പാനുകളിലെ കമ്പികെട്ടലിൽ അപാകത കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം നിർമ്മാണം പൊളിച്ച് വീണ്ടും കെട്ടേണ്ടി വന്നു. മാസങ്ങൾക്ക് മുൻപ് സ്പാനുകൾക്കായി കെട്ടിയുയർത്തിയ ഇരുമ്പുകൂട് നിലം പതിച്ചിരുന്നു. പിന്നീട് കോൺക്രീറ്റിംഗ് നടക്കുന്നതിനിടെ ഭാഗം ഇടിഞ്ഞു വീണ സംഭവവും ഉണ്ടായി. നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്ക് NHAI ഉദ്യോഗസ്ഥർ വേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. 3 സ്പാനുകളിലായി 65 മീറ്റർ വീതിയിലും 5.5 മീറ്റർ ഉയരത്തിലുമാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. മേൽപ്പാലത്തിന്റെ ഇരുഭാഗങ്ങളിലേക്കുമുള്ള അപ്രോച്ച് റോഡുകൾക്കായി കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിക്കുന്ന ജോലികളും മന്ദഗതിയിലാണ്. തൊഴിലാളികളുടെ എണ്ണത്തിലുള്ള കുറവും നിർമ്മാണ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുന്നുണ്ട്. മണ്ണടിക്കൽ ജോലികൾക്കായി പ്രധാന പാത അടച്ചതോടെ സർവീസ് റോഡുകൾ വഴിയാണ് നിലവിൽ ഗതാഗതം നിയന്ത്രിക്കുന്നത്. ഇതുമൂലം കൊരട്ടി ജംഗ്ഷനിലെത്തുന്ന വാഹനങ്ങൾക്ക് U-ടേൺ എടുക്കാൻ കൊരട്ടി പ്രസ് ഭാഗത്തേക്കോ പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്കോ പോകേണ്ട സ്ഥിതിയാണ്. നിർമ്മാണം ഇഴയുന്നതോടെ ദേശീയപാതയുടെ കൊരട്ടി ഭാഗത്ത് വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. കുണ്ടും കുഴികളും നിറഞ്ഞ സർവീസ് റോഡുകളും യാത്ര കൂടുതൽ ദുരിതമാക്കുന്നു. ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ സർവീസ് റോഡുകളിലൂടെ കടന്നുപോകുന്നതിനാൽ റോഡുകൾ താറുമാറായിരിക്കുകയാണ്. ഡ്രെയിനേജുകളുടെയും സ്ലാബുകളുടെയും നിർമ്മാണം ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല. നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് മതിയായ വെളിച്ച സൗകര്യമോ അപകട സൂചന ബോർഡുകളോ സ്ഥാപിച്ചിട്ടില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. ഒക്ടോബറിലെ കൊരട്ടിമുത്തിയുടെ തിരുനാളിന് മുൻപായി മേൽപ്പാല നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ വർഷം തിരുനാൾ സമയത്ത് പ്രധാന പാത പൊളിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. എന്നിട്ടും കൊരട്ടി ജംഗ്ഷനിൽ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇത്തവണ പ്രധാന പാത അടച്ചിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തുന്ന തിരുനാൾ ദിവസങ്ങളിൽ രൂക്ഷമായ ഗതാഗത സ്തംഭനം ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മീഡിയ ടൈം, ചാലക്കുടി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. തൃശൂർ സെൻട്രൽ കലോത്സവത്തിന് മാള വിജയഗിരി പബ്ലിക് സ്കൂൾ ഓഗസ്റ്റ് 1 അരങ്ങൊരുങ്ങുമെന്ന് സംഘാടകർ മാളയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
ഈ വരുന്ന ഇപ്പോൾ അതിനോട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വരുന്ന 1-ാം തീയതി ഓഗസ്റ്റ് 1-ാം തീയതി ഏറ്റവും അടുത്ത ശനിയാഴ്ച 9 മണിക്കാണ് വിജയഗിരി സ്കൂളിൽ വെച്ച് 3ാമത് തൃശ്ശൂർ സെൻട്രൽ സഹോദയ അധ്യാപക കലോത്സവം നടക്കുന്നത്. ഇത് 2 ഫേസായിട്ടാണ് നമ്മൾ നടത്തുന്നത്. ഒരു ഫേസ് ജൂലൈ 18-ാം തീയതി കഴിഞ്ഞു. ഏതാണ്ട് 32 ഇനങ്ങളുള്ളതിൽ 19 ഇനങ്ങളുടെ മത്സരം, അത് മിക്കവാറും എല്ലാം തന്നെ ലിറ്റററി ആയിട്ടുള്ളതും പിന്നെ പെയിൻറ്റിങ് അതുപോലെയുള്ള മത്സരങ്ങളെല്ലാം കഴിഞ്ഞു. പറഞ്ഞാൽ നോൺ സ്റ്റേജ് ഐറ്റങ്ങൾ 19 എണ്ണത്തിൻ്റെ കഴിഞ്ഞു. ഇനി 13 സ്റ്റേജ് ഐറ്റം. ഈ സ്റ്റേജ് ഐറ്റത്തിൽ നമുക്ക് 4 ഗ്രൂപ്പ് ഇവൻറ്റ്സും പിന്നെ ബാക്കി വരുന്ന 9 ഇൻഡിവിജ്വൽ ഇവൻറ്റ്സുമാണ്. ഇതിൽ വലിയ അട്രാക്ഷനായിട്ടുള്ളത് ഗ്രൂപ്പ് ഇവൻറ്റ്സിൽ ടീച്ചേഴ്സിൻ്റെ തിരുവാതിര കളി, ടീച്ചേഴ്സിൻ്റെ തന്നെയുള്ള ഒപ്പന, പിന്നെ ടീച്ചേഴ്സിൻ്റെ പിന്നീട് വരുന്നത് സിനിമാറ്റിക് ഡാൻസ്, ഗ്രൂപ്പ് സോങ്, ഇത്രയും ഗ്രൂപ്പ് ഇവൻറ്റ്സ്. പിന്നെ ഇൻഡിവിജ്വലായിട്ട് വരുന്ന വെസ്റ്റേൺ മ്യൂസിക്, പിന്നെ വെസ്റ്റേൺ ഡാൻസിലെ വെസ്റ്റേൺ മ്യൂസിക്, അതുപോലെയുള്ള ബാക്കി 9 ഇവൻറ്റ്സ്. ഇത്രയും ഇവൻറ്റ്സാണ് ഈ വരുന്ന 1-ാം തീയതി വരുന്നത്. പ്രസിദ്ധ കഥകളി നടനും കേരള കലാമണ്ഡലം അവാർഡ് ജേതാവുമായ കലാനിലയം ഗോപി പരിപാടിയിലെ മുഖ്യ അതിഥിയായിരിക്കും. 600-ലധികം പേർ മാറ്റുരയ്ക്കുന്ന ഈ കലാമാമാങ്കം ബഹുമുഖ പ്രതിഭകളായ അധ്യാപകരുടെ സർഗാത്മക വേദി കൂടിയാണ്. ബിനു കെ രാജ്, ജോർജ് NM, ഫാദർ ഡോക്ടർ വർഗീസ് PJ, ഡോക്ടർ ലിവിയ PV എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ കൂട്ടിയിട്ടിരിക്കുന്ന സ്ക്രാപ്പ് നീക്കം ചെയ്യുക, കാട് വെട്ടി വൃത്തിയാക്കുക, സിവിൽ സ്റ്റേഷന് മുൻപിൽ വണ്ടികൾ പാർക്ക് ചെയ്യാതെ പൊതുജനങ്ങൾക്ക് സൗകര്യമൊരുക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് DYFI കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തുടർന്ന് നടത്തിയ ധർണ DYFI കൊടകര ബ്ലോക്ക് ട്രഷറർ ദിലീഷ് ഉദ്ഘാടനം ചെയ്തു. DYFI ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് നയൽ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. DYFI കൊടകര നോർത്ത് മേഖലാ സെക്രട്ടറി ജോയൽ, CPIM ലോക്കൽ സെക്രട്ടറി അൻവർ സാദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി റാങ്കിംഗ് ആൻഡ് റേറ്റിംഗ് ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിന് ഏറ്റവും ഉയർന്ന A ഗ്രേഡ് ലഭിച്ചതായി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സോജോ കണ്ണമ്പുഴ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച 2025-26 അധ്യയന വർഷത്തെ ഫാർമസി പ്രോഗ്രാമുകൾക്കുള്ള ദേശീയ റാങ്കിംഗ് റേറ്റ് വിലയിരുത്തലിലാണ് ഈ അംഗീകാരം. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ K കൃഷ്ണകുമാർ, ബീന ചന്ദ്രൻ എന്നിവരും സംബന്ധിച്ചു. കുതിരത്തടം സെന്റ് ജോൺസ് ദേവാലയത്തിലെ ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആഘോഷിച്ചു. വികാരി ഫാദർ ജീസ് പക്രത്ത് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സെറീന ജേക്കബ് പുല്ലൂക്കര നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടകര MDMA കേസിൽ അറസ്റ്റിലായ അധ്യാപികമാരുടെ എണ്ണം 3ആയി. പേരാമ്പ്ര BRCയിലെ അധ്യാപികയും ആവള കുട്ടോത്ത് സ്വദേശിനിയുമായ നീഷ്മയാണ് പിടിയിലായത്. സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയെ താങ്ങി നിർത്തുന്ന ആയിരക്കണക്കിന് പാചക തൊഴിലാളികൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. കഴിഞ്ഞ ജൂൺ മാസത്തെ ശമ്പളം പോലും ഇതുവരെ വിതരണം ചെയ്തിട്ടില്ലെന്ന് തൊഴിലാളികളുടെ പരാതി. ഗുരുവായൂർ ദേവസ്വം കണക്കുകൾ പൂർണ്ണമായി നൽകാത്തതിനാൽ ഓഡിറ്റ് നടപടിക്രമങ്ങൾ ഇരുട്ടിലായെന്ന് ഹൈക്കോടതി. കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ ദേവസ്വം കാര്യമായ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ലെന്നും ദേവസ്വം ബെഞ്ച്. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.